So നോക്കാം. Design an RCC beam of size 230 by 450 millimeter to carry a service load of 20 kilonewton per meter, which is simply supported over effective span of 5.5 meter. Use M20 concrete and FE 500 grade steel. സോ സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതുപോലെ തന്നെയാണ് ഇതും സോൾവ് ചെയ്യേണ്ടത്. ആദ്യമായി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ചൊരു ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. സോ ക്വസ്റ്റ്യനിലെ സൈസ് തന്നിട്ടുണ്ട് 230 by 450 millimeter. സോ 230 millimeter വിഡ്ത്ത് ഉള്ള 450 millimeter ഓവറോൾ ഡെപ്ത് ഉള്ള ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ വരയ്ക്കുക. 450 millimeter ഡെപ്ത് ആൻഡ് വിഡ്ത്ത് 230 millimeter. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ മറ്റെന്ത് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഇഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട്. ഇഫക്റ്റീവ് സ്പാൻ L is equal to 5.50 meters. സോ ഇഫക്റ്റീവ് സ്പാൻ പ്രത്യേകിച്ച് ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഇഫക്റ്റീവ് ഡെപ്ത്ത് കണ്ടുപിടിക്കണോ? നമുക്ക് ഓവറോൾ ഡെപ്ത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓവറോൾ ഡെപ്ത്ത് ക്യാപിറ്റൽ D is equal to 450 millimeter തന്നിട്ടുണ്ട്. സോ അസ്യൂം ആൻ ഇഫക്റ്റീവ് കവർ is equal to 50 millimeter. അങ്ങനെ 50 millimeter കവർ അസ്യൂം ചെയ്യുക. 50 millimeter കവർ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഫക്റ്റീവ് ഡെപ്ത്ത് സ്മോൾ d കണ്ടുപിടിക്കാം. സോ സ്മോൾ d, ഇഫക്റ്റീവ് ഡെപ്ത്ത് സ്മോൾ d is equal to ഓവറോൾ ഡെപ്ത്ത് മൈനസ് ഇഫക്റ്റീവ് കവർ. ഓവറോൾ ഡെപ്ത്ത് 450 millimeter ആണ്, മൈനസ് 50 is equal to 400 millimeter. സോ 400 millimeter ആണ് നമുക്ക് 400 millimeter ആണ് ഇഫക്റ്റീവ് ഡെപ്ത്ത് കിട്ടിയത്. സോ നേരത്തെ ഉള്ള പ്രോബ്ലംസിൽ നമ്മൾ ഒരു L/D റേഷ്യോ ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് ഡെപ്ത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു അങ്ങനെ L/D ഇഫക്റ്റീവ് സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത്ത് റേഷ്യോ ലിമിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഇഫക്റ്റീവ് ഡെപ്ത്ത് കണ്ടുപിടിക്കുമായിരുന്നു. ഇവിടെ ഓവറോൾ ഡെപ്ത്ത് തന്നെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് കവർ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇഫക്റ്റീവ് ഡെപ്ത്ത് കിട്ടും. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ L/D റേഷ്യോ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, അപ്പോൾ ഇഫക്റ്റീവ് ഡെപ്ത്ത് വരെ കിട്ടി, ഓവറോൾ ഡെപ്ത്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ ലോഡ് ആക്ടിങ് ഓൺ ദ ബീം ആൻഡ് ഫൈനലി ദ മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ ബീം. അപ്പോൾ ടോട്ടൽ ലോഡ് ആക്ടിങ് ഓൺ ദ ബീം കണ്ടുപിടിക്കണം. ടോട്ടൽ ലോഡ് ഓൺ ദ ബീം കണ്ടുപിടിക്കുക. ടോട്ടൽ ലോഡ് ഓൺ ദ ബീം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ലോഡ് തന്നിട്ടുണ്ടോ നോക്കുക. സർവീസ് ലോഡ് ഓഫ് 20 kilonewton per meter. സോ സർവീസ് ലോഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യപ്പെടുന്ന ലോഡാണ് സർവീസ് ലോഡ് ഓർ വർക്കിംഗ് ലോഡ് എന്ന് പറയും. സോ സർവീസ് ലോഡ് ഓർ വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ലോഡാണ്? ഇറ്റ് ഈസ് ജനറലി എ ലൈവ് ലോഡ്. സോ ലൈവ് ലോഡ് WLL ലൈവ് ലോഡ് ഈസ് ഈക്വൽ ടു 20 kilonewton per meter. സോ എക്സ്റ്റേണൽ ലോഡ് നമുക്കറിയാം. പക്ഷേ ഇത് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലൈവ് ലോഡിൻ്റെ കൂടെ ഡെഡ് ലോഡും കൂടെ എപ്പോഴും കാണും. സോ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ ലൈവ് ലോഡ് പ്രത്യേകം ഡെഡ് ലോഡ് പ്രത്യേകം എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഓവറോൾ ലോഡാണ് തന്നിരുന്നത്. ടോട്ടൽ ലോഡ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ ബീം ഓർ ദ ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ ബീം എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സർവീസ് ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് എന്ന് പ്രത്യേകിച്ച് തന്നിട്ടുള്ളത് കൊണ്ട് വി ഹാവ് ടു സെപ്പറേറ്റ്ലി ഫൈൻഡ് ഔട്ട് ദ ഡെഡ് ലോഡ് ഓർ ദ സെൽഫ് വെയ്റ്റ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ ബീം. സോ വാട്ട് ഈസ് ദ ഡെഡ് ലോഡ് ഓർ സെൽഫ് വെയ്റ്റ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ ബീം? അത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതെങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇതൊരു ബീം ക്രോസ് സെക്ഷനാണ്. ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു ബീമാണ് നമുക്ക് ഉള്ളത്. ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു ബീമാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. അങ്ങനെ ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ഈ 20 kilonewton per meter എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറമേ വരുന്ന എക്സ്റ്റേണലി അപ്ലൈഡ്
യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ഈ എൻറ്റയർ സ്പാനിലും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഈ പറയുന്ന ലോഡ് WLL. ഓക്കെ, സോ അതാണ് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് തന്നിട്ടുള്ളത്. 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. നമുക്കറിയാം ഈ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്തിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ലോഡാണ് 20 കിലോ ന്യൂട്ടൺ. 1 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ലോഡാണ് 20 കിലോ ന്യൂട്ടൺ. സിമിലർലി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡെഡ് ലോഡ് പെർ മീറ്റർ ലെങ്ത്. 1 മീറ്റർ ലെങ്തിൽ ഈ ബീമിൻ്റെ സെൽഫ് വെയ്റ്റ് എത്രയാണ് അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കിട്ടും? അത് മനസ്സിലാക്കണമെങ്കിൽ യു ഷുഡ് നോ ദ യൂണിറ്റ് വെയ്റ്റ് ഓഫ് RCC സെക്ഷൻസ്. യൂണിറ്റ് വെയ്റ്റ് ഓഫ് RCC സെക്ഷൻസ്. RCC റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏതൊരു സെക്ഷൻ്റെ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇത് IS 875 പാർട്ട് 1 ഡെഡ് ലോഡിനെ കുറിച്ചുള്ളതാണ്. പാർട്ട് 1 അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളിത് റെഫർ ചെയ്യണോ നിർബന്ധമില്ല. നിങ്ങൾ ഈ വാല്യൂ, ഈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് RCC സെക്ഷൻ എപ്പോഴും ഏതൊരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ അത് കാണാതെ പഠിക്കുക. 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് RCC സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബിൽ ഈ പറയുന്ന ബീം റെസിസ്റ്റ് ചെയ്യുന്നത്, ഈ പറയുന്ന ബീം എൻ്റെ സെൽഫ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 25 കിലോ ന്യൂട്ടൺ ആണ്. 1 മീറ്റർ ക്യൂബ് എടുക്കുകയാണെങ്കിൽ 25 കിലോ ന്യൂട്ടൺ ആണ് അതിൻ്റെ സെൽഫ് വെയ്റ്റ്. നമുക്ക് പക്ഷേ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് പെർ മീറ്റർ ലെങ്ത് ആണ്. അപ്പോൾ ഓരോ മീറ്റർ ലെങ്തിലും എത്രയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. സോ പെർ മീറ്റർ ലെങ്ത് കിട്ടണമെങ്കിൽ ഈ വാല്യൂവിനെ എന്ത് ചെയ്യണം? സോ ദിസ് ഈസ് പെർ മീറ്റർ ക്യൂബ്. അതിനെ പെർ മീറ്റർ ആക്കി മാറ്റണം. സോ യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് സം ഏരിയ. മീറ്റർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ പെർ മീറ്റർ ക്യൂബ് ബിക്കംസ് പെർ മീറ്റർ. പെർ മീറ്റർ ക്യൂബിനെ പെർ മീറ്റർ ആക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ സം ഏരിയ. അത് ഏത് ഏരിയയാണ്? ഈ ബീമിൻ്റെ എന്ത് ഏരിയയാണ് അതിനകത്ത് വരുന്നത്? ഇറ്റ് ഷുഡ് ബി ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ദ ക്രോസ് സെക്ഷണൽ ഏരിയ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ബീം ക്രോസ് സെക്ഷൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് WDL ഓർ dead weight or dead load of this beam കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ dead weight is equal to unit weight into cross sectional area. സോ അങ്ങനെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, സോ നമ്മൾ ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. യു നോ ദ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ദ കോൺക്രീറ്റ് ഈസ് 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അതിനെ ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് ബീം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം ഈസ് 230 മില്ലിമീറ്റർ. മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക, ഇറ്റ് ഈസ് 0.23 ഇൻറ്റു ഡെപ്ത്ത്. വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ആണ് ക്രോസ് സെക്ഷൻ. സോ വിഡ്ത്ത് 0.23 ആൻഡ് വാട്ട് ഈസ് ദ ഓവറോൾ ഡെപ്ത്ത്? ഇറ്റ് ഈസ് 0.45. ഓക്കെ, സോ അങ്ങനെ കിട്ടുന്ന ഡെഡ് ലോഡ് എത്രയാണ്? ഇറ്റ് ഈസ് 2.59 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അങ്ങനെ ലൈവ് ലോഡായി, ഡെഡ് ലോഡായി. ഇനി യു ക്യാൻ ഫൈൻഡ് ദ ടോട്ടൽ ലോഡ്. W is equal to 20 plus 2.59. It is 22.59 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സോ ഓവറോൾ ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ് പെർ മീറ്റർ ലെങ്തിൽ എത്ര ലോഡാണ് ആക്ട് ചെയ്യുന്നത്? 22.59 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. നമ്മൾ പ്രീവിയസ് കേസുകളിലൊന്നും ഇത് ഡിസ്കസ് ചെയ്തില്ല, കാരണം ഓവറോൾ ലോഡ് ഓൺ ദ ബീമാണ് തന്നിരുന്നത്. പക്ഷേ ഇതുപോലെ സർവീസ് ലോഡ് ഓർ വർക്കിംഗ് ലോഡ് തന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു സെപ്പറേറ്റ്ലി ഡിറ്റർമിൻ ദ ഡെഡ് ലോഡ് ഓഫ് ദ ബീം ആൻഡ് ആഡ് ടു ദ ഗിവൺ ലോഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ ലോഡ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫാക്ടർ ദിസ് ലോഡ്. സോ ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് WU ഫാക്ടേർഡ് ലോഡ്. WU എത്രയാണ്? ദിസ് ലോഡ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ 1.5 ടൈംസ് W. 1.5 ഇൻറ്റു 22.59 ഈക്വൽ ടു എത്ര കിട്ടും? ഇറ്റ് ഈസ് 33.89 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 33.89 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടർഡ് ലോഡായി. ഇനി അടുത്ത ദ മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ ബീം. മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ് ഓർ ഫാക്ടേർഡ് മൊമെൻറ്റ്. MU ആണ് ഫാക്ടേർഡ് മൊമെൻറ്റ്. എത്രയാണ്?
ഇറ്റ് ഈസ് WUL സ്ക്വയർ ബൈ 8. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ then the moment is determined by WL square by 8, where WU നമുക്കറിയാം 33.89 into L square. What is L? It is the effective span, 5.5 square, 5.5 square divided by 8. So എത്ര കിട്ടും? 33.89 into 5.5 square divided by 8 ചെയ്യുമ്പോൾ 128.15 kilonewton മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, സോ MU നമുക്ക് കിട്ടി. MU ഈസ് ഈക്വൽ ടു 128.15 kilonewton മീറ്റർ എന്ന് കിട്ടി. MU ഈസ് 128.15 kilonewton മീറ്റർ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ ബീം. ഫൈൻഡ് ദ ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ ബീം. MU ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് 0.36 FCK BXU മാക്സ്, ലിമിറ്റിംഗ് ആയതുകൊണ്ട് XU മാക്സ് ഇൻറ്റു D മൈനസ് 0.42 XU മാക്സ്. ഓക്കെ, D മൈനസ് 0.42 XU മാക്സ്. ഇതിനകത്തുള്ള ഓരോ വാല്യൂസും നമുക്ക് അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ വാല്യൂസ് എന്താണ്? FCKയുടെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് 20 Nm/mm². ആൻഡ് വിഡ്ത്ത് ഓഫ് ബീം നമുക്കറിയാം. വിഡ്ത്ത് ഓഫ് ബീം എത്രയാണ്? B ഈസ് 230 mm. അടുത്ത് XU മാക്സ് അറിയാം. XU മാക്സ് അറിയണമെങ്കിൽ എന്ത് വേണം? D വേണം. വാട്ട് ഈസ് ഇഫക്റ്റീവ് ഡെപ്ത്ത്? നമ്മളത് കണ്ടുപിടിച്ചു, 400 mm. ആൻഡ് വാട്ട് ഈസ് XU മാക്സ്? XU മാക്സ് എന്ന് പറഞ്ഞാൽ ഫോർ FE 500 ഗ്രേഡ് സ്റ്റീൽ ഇറ്റ് ഈസ് 0.46 D, 0.46 ഇൻറ്റു 400 ഫോർ FE 500 ഗ്രേഡ് സ്റ്റീലാണ് 0.46 D. ഓക്കെ, സോ ഇത്രയും അറിയാം. ഇതെല്ലാം കൂടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.36 ഇൻറ്റു 20 ഇൻറ്റു 230 ഇൻറ്റു 0.46 ഇൻറ്റു 400 ഇൻറ്റു within brackets 400 into 400 minus 0.42 into XU max is 0.46 into 400. Okay, so അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ആൻസർ കിട്ടും? യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഈക്വൽ ടു 98.33 into 10⁻6 Nm എന്ന് കിട്ടും. സോ എക്സ്പ്രസ് ഇറ്റ് ഇൻ കിലോന്യൂട്ടൺ മീറ്റർ, 98.33 kilonewton meter. സോ MU നമുക്ക് കിട്ടിയത് 128.15, MU ലിമിറ്റ് കിട്ടിയത് 98.33 kilonewton meter. സോ MU ഈസ് ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ്. MU ഈസ് ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ബി ദ സെക്ഷൻ ഓഫ് ദ ബീം? ഇറ്റ് ഈസ് എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമായിട്ട് വേണം ഇതിനെ ഡിസൈൻ ചെയ്യാൻ. ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. നമുക്കറിയാം ബീമിൻ്റെ ഡെപ്ത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡെപ്ത് ഇനി വേരി ചെയ്ത് അതിനെ സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. സോ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഷുഡ് ബി ഡിസൈൻഡ്. ഓക്കെ, സോ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനാലിസിസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നുള്ളതും പഠിക്കാം. അപ്പോൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് അറിയണം. സോ ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം നമുക്ക് വരയ്ക്കാം. ആദ്യമായി ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നു. യു ഹാവ് റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഓൺ ദ ടെൻഷൻ സൈഡ് ആസ് വെൽ ആസ് ഓൺ ദ കംപ്രഷൻ സൈഡ്. ടെൻഷൻ സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിനെ AST എന്ന് വിളിക്കാം. കംപ്രഷൻ സൈഡിലുള്ളതിനെ ASC എന്ന് വിളിക്കുന്നു. ടെൻഷൻ സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റും കംപ്രഷൻ ഫൈബറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d, ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഗിവൺ ബൈ D പ്രൈം. ഇത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇതിനെ എങ്ങനെ പഠിക്കാം, അപ്പോൾ ഇതിനെങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് അറിയേണ്ടത്.
ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർത്തിരിക്കുക, ഡിസൈൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് റെസിസ്റ്റ് MU. ഇതിൽ MU ആണ് ഈ ബീം സെക്ഷൻ റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻറ്റ്. ഈ ബീം സെക്ഷൻ റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻ്റാണ് മാക്സിമം ഓർ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് 128.15 kN മീറ്റർ എന്ന് പറയുന്ന MU. ഓക്കെ, പക്ഷേ ബീമിൻ്റെ ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ MU ലിമിറ്റ് 98 ഉള്ളൂ. 128 അപേക്ഷിച്ച് 98 വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ MU ലിമിറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള റിമൈനിങ് മൊമെൻറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്യുക. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ ഈ ബീമിനെ 2 സെക്ഷൻസ് ആണെന്ന് കൺസിഡർ ചെയ്യും. സോ ദിസ് ബീം ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഈക്വലൻറ്റ് ടു സൂപ്പർ പൊസിഷൻ ഓഫ് 2 സെക്ഷൻസ്. ഏതൊക്കെയാണ് ആ സെക്ഷൻസ് നമുക്ക് നോക്കാം. ഒന്ന്, ഒരു ബീം റെസിസ്റ്റ് ചെയ്യേണ്ടത് MU ലിമിറ്റാണ് റെസിസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വാല്യൂ. ആദ്യം ഈ ചെറിയ വാല്യൂ ആയ 98.33 റെസിസ്റ്റ് ചെയ്യേണ്ട ഒരു ബീം സെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ വി നീഡ് അനദർ സെക്ഷൻ ടു റെസിസ്റ്റ് ദ റിമൈനിങ് മൊമെൻറ്റ്. അപ്പോൾ MU ആണ് കൂടുതൽ. MU ലിമിറ്റ് റെസിസ്റ്റ് ചെയ്യാൻ ഈ സെക്ഷൻ ഉപയോഗിക്കാം. ബാക്കി റിമൈനിങ് മൊമെൻ്റ് ആണ്. വാട്ട് ഈസ് ദ റിമൈനിങ് മൊമെൻറ്റ്? ദാറ്റ് ഈസ് MU മൈനസ് MU ലിമിറ്റ്. റെസിസ്റ്റ് MU മൈനസ് MU ലിമിറ്റ്. ഓക്കെ, അങ്ങനെ ഈ 2 സെക്ഷനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സെക്ഷൻ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ ഡിസൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ 2 സെക്ഷൻസിന് പ്രത്യേകം നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് വേണം, ഇതിനകത്ത് എന്തൊക്കെ വേണമെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇനി അത് ശ്രദ്ധിച്ചിരിക്കുക. ഇത് റെസിസ്റ്റ് ചെയ്യേണ്ടത് MU ലിമിറ്റാണ്. അപ്പോൾ MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അത് കറസ്പോണ്ട്സ് ടു എ ഡെപ്ത് ഓഫ് XU max ആണ്. അതൊക്കെ നിങ്ങൾക്കറിയാം. സോ വാട്ട് ഈസ് ദിസ് സെക്ഷൻ? ദിസ് ഈസ് എ ടിപ്പിക്കൽ ബാലൻസ്ഡ് സെക്ഷൻ. ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ ബാലൻസ്ഡ് സെക്ഷൻ. ഇനി ഈ ബാലൻസ്ഡ് സെക്ഷനിൽ റെസിസ്റ്റ് ചെയ്യേണ്ടത് MU ലിമിറ്റോ അതിന് താഴെയുള്ള മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, പരമാവധി MU ലിമിറ്റ് വരെ റെസിസ്റ്റ് ചെയ്യേണ്ട ഒരു സെക്ഷൻ എന്തൊരു സെക്ഷൻ ആയിരിക്കും? ഇറ്റ് ഈസ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അതൊരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമാണ്. നിങ്ങൾക്കറിയാം, ഇഫ് MU വാസ് ലെസ് ദാൻ MU ലിമിറ്റ് നമ്മൾ അതിനൊരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമായിട്ട് മാത്രമേ ഡിസൈൻ ചെയ്യുകയുള്ളൂ. പക്ഷേ ഇവിടെ MU ഹാസ് എക്സീഡഡ് MU ലിമിറ്റ്, അതുകൊണ്ടാണ് ഡബ്ല്യൂയിലേക്ക് കടക്കുന്നത്. സോ MU ലിമിറ്റ് വരെ റെസിസ്റ്റ് ചെയ്യേണ്ട ബീം സെക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അതുകൊണ്ട് ഈ സെക്ഷനും ഒരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആണെന്ന് വയ്ക്കാം. ഓക്കെ, സോ ദിസ് ഈസ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഇതിനകത്തുള്ള കുറച്ച് AST ഇതിനകത്തുണ്ടാവും, ബാക്കി AST ഇതിനകത്തും ഉണ്ടാവും എന്ന് വയ്ക്കാം. സോ ദിസ് ഈസ് AST ആൻഡ് ദിസ് ഈസ് AST1 ആൻഡ് ദിസ് ഈസ് AST2 ആൻഡ് AST1 പ്ലസ് AST2 ചെയ്യുമ്പോൾ AST കിട്ടണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ബീമിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. AST ഈസ് ഈക്വൽ ടു AST1 പ്ലസ് AST2. അപ്പോൾ ദിസ് ഈസ് എ ടിപ്പിക്കൽ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഇതൊരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമാണ്. ഓക്കെ, സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഇതിനകത്ത് കോൺക്രീറ്റ് ഉണ്ട്, കംപ്രഷൻ സൈഡിൽ, ടെൻഷൻ സൈഡിൽ AST1 എന്ന് പറഞ്ഞാൽ ഈ ASTയുടെ ഒരു ചെറിയൊരു ഭാഗം AST1 മാത്രമേ ഉള്ളൂ. ഈ AST1 പോയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഈ ബീമിനകത്ത് കൊടുക്കുന്നു, AST2, ആൻഡ് സം ഓഫ് AST1 ആൻഡ് AST2 വിൽ ഗിവ് AST. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം, ഇനി ഈ ബീം കൺസ്ട്രക്റ്റ് ചെയ്യണം. ഈ ബീമിനകത്ത് ഓൾറെഡി AST1 പോയിട്ടുള്ള ബാക്കി ടെൻഷൻ സ്റ്റീൽ ഏരിയ വന്നു. ഇനി ബാക്കി എന്തും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഫുള്ളായിട്ട് ഈ ബീം കിട്ടുക. നമുക്ക് ASC കൂടെ വേണം. സോ വി പ്രൊവൈഡ് ASC ഹിയർ. ഇതിനകത്ത് കൊടുക്കണ്ട, കാരണം ദിസ് ഈസ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. സോ റിമൈനിങ് ഇവിടെയാണ് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ASC. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 2 ബീമും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ബീം കിട്ടില്ലേ? ഈ ബീമിൽ AST1 പ്ലസ് AST2 ചെയ്യുമ്പോൾ AST കിട്ടി. ഈ ബീമിൽ കോൺക്രീറ്റ് ഉണ്ട്, ഇവിടെ കോൺക്രീറ്റ് ഇല്ല. ഓക്കെ, ഈ ബീം, അതുകൊണ്ടാണ് ഞാൻ ഈ ഡാഷ്ഡ് ലൈൻ വെച്ച് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചത്.
ഈ ബീമിൽ കോൺക്രീറ്റ് ഉണ്ട്, ഈ ബീമിൽ കോൺക്രീറ്റ് ഇല്ല. സോ ഈ കോൺക്രീറ്റ് ഏരിയ പ്ലസ് ഇതിനകത്തൊന്നും ഇല്ല, ഒരു കോൺക്രീറ്റും ഇല്ല, ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള കോൺക്രീറ്റ് ഏരിയ ആയി. ഇനി ഇതിനകത്ത് കംപ്രഷൻ സ്റ്റീൽ ഇല്ല, ഇതിനകത്ത് കംപ്രഷൻ സ്റ്റീലുണ്ട്. സോ അതും ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള കംപ്രഷൻ സ്റ്റീൽ ഏരിയ ആയി, ASC. ഓക്കെ, സോ ദിസ് ബീം ഈസ് split into two types of sections and we design them separately and add them together. രണ്ടും ഒരുമിച്ച് ആഡ് ചെയ്താൽ വേണം ഇതിൻ്റെ ഡിസൈൻ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ബീമിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ഫുള്ളി ബാലൻസ്ഡ് സെക്ഷനാണ്. ഈ ബാലൻസ്ഡ് സെക്ഷനിലുള്ള കംപ്രസീവ് ഫോഴ്സ് എത്രയാണ് നമുക്കറിയാം. വാട്ട് ഈസ് ദ കംപ്രസീവ് ഫോഴ്സ്? ഇറ്റ് ഈസ് 0.36 FCK BXU. പക്ഷേ ഇത് എന്ത് സെക്ഷനാണ്? ബാലൻസ് സെക്ഷൻ ആയതുകൊണ്ട് XU മാക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ടെൻഷൻ ഫോഴ്സ് ഓർ ടെൻസൈൽ ഫോഴ്സ് എത്രയാണ്? 0.87 FIAST. ഇവിടെ എന്ത് സ്റ്റീലാണുള്ളത്? AST1 ഉള്ളൂ. സോ ഇറ്റ് ഈസ് AST1. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ലിവർ ആം? Z ഈസ് ഈക്വൽ ടു D മൈനസ് 0.42 XU. XU പിന്നെയും XU മാക്സ് എന്ന് വേണം എഴുതാൻ, ബിക്കോസ് ദ സെക്ഷൻ ഈസ് എ ബാലൻസ്ഡ് സെക്ഷൻ. ഓക്കെ, ഈ ബീം റെസിസ്റ്റ് ചെയ്യുന്നതാണ് MU ലിമിറ്റ്. അതിനകത്ത് MU ലിമിറ്റ് റെസിസ്റ്റ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സുകളാണ് സിയും ടിയും. അത് തമ്മിലുള്ള ലിവറാമാണ് D മൈനസ് 0.42 XU മാക്സ്. ഇനി അടുത്ത സെക്കൻഡ് സെക്ഷൻ എടുക്കാം. ഇതാണ് സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 എന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് പേര് കൊടുക്കാം. സെക്ഷൻ 2. സെക്ഷൻ 2വിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ദ കംപ്രസീവ് ഫോഴ്സ് ഹിയർ? ഇവിടെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന കംപ്രസീവ് ഫോഴ്സ് എത്രയാണ്? കംപ്രസീവ് ഫോഴ്സ് എവിടെ മാത്രമേ ഉള്ളൂ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഈ സെക്ഷനകത്ത് ഇല്ല. ഇതിനകത്ത് സ്റ്റീൽ മാത്രമേ ഉള്ളൂ. കണ്ടോ, സ്റ്റീൽ മാത്രമേ ഉള്ളൂ, കോൺക്രീറ്റ് ഇല്ല. വെറുതെ സ്റ്റീൽ ഇങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ കംപ്രസീവ് ഫോഴ്സ് വരുന്ന ഒരേ ഒരു സ്ഥലം സ്റ്റീൽ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ കംപ്രസീവ് സ്റ്റീൽ ഓർ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗിവിങ് ദ കംപ്രസീവ് ഫോഴ്സ്. ആ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന കംപ്രസീവ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് ദാറ്റ് കംപ്രസീവ് ഫോഴ്സ് ഇൻ സ്റ്റീൽ? CS എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് FSC ASC മൈനസ് 0.45 FCK ASC. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കംപ്രഷൻ ഫോഴ്സ് ഇൻ ദ ലെവൽ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇനി ഇവിടെ ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്. ടെൻസൈൽ ഫോഴ്സ് ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഈ സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിലാണ് അത് വരുന്നത്. അത് ഒരു അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ എന്തായാലും ഈൽഡ് ചെയ്യും. സോ ഇറ്റ് ഈസ് 8.87 FIAST. എന്ത് AST ആണ്? AST2 വേണം കൊടുക്കാൻ. ഇനി വാട്ട് ഈസ് ദ ലിവർ ആം ഹിയർ? ഇവിടെ ഉള്ള ലിവർ ആം അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ലെവൽസ് ഓഫ് സ്റ്റീൽ? നമുക്ക് ഇത്രയും ഇഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d ആണെന്നറിയാം, ഇത്രയും D പ്രൈം ആണെന്നറിയാം. ദെൻ ദിസ് ഈസ് D മൈനസ് D പ്രൈം. ഓക്കെ, സോ അങ്ങനെ ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിനെ we have divided it into 2 sections. First section is a singly reinforced balanced section and the second section is completely a steel beam. സ്റ്റീൽ മാത്രമുള്ള ഒരു ബീമാണ്, കോൺക്രീറ്റേ ഇല്ല. ഓക്കെ, അങ്ങനെ ഈ രണ്ട് സെക്ഷനെ നമ്മൾ പ്രത്യേകം അനലൈസ് ചെയ്യും. സോ ഈ രീതിയിലാണ് ഇവിടെ ബീമിനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓരോ സെക്ഷനും പ്രത്യേകം കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. സോ ഫസ്റ്റ് സെക്ഷനെ ആദ്യം കൺസിഡർ ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. സോ സെക്ഷൻ 1. ഓക്കെ, സെക്ഷൻ 1നെയാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് സെക്ഷൻ 1 റെസിസ്റ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്നാണ്? MU ലിമിറ്റ് ആണ് സെക്ഷൻ 1 റെസിസ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ്. സോ MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ എഴുതണം. സോ MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആമാണ്. ഏത് ഫോഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിവിടെ MU ലിമിറ്റ് നമുക്ക് അറിയാം, കണ്ടുപിടിച്ചതാണ്. ഏത് ഫോഴ്സ് ഉപയോഗിക്കണം നമുക്കിവിടെ? ഇവിടെ ഉപയോഗിക്കേണ്ടത് ടെൻസൈൽ ഫോഴ്സാണ്. എന്തുകൊണ്ട്? വി ഹാവ് ടു ഫൈൻഡ് AST1 കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ടെൻസൈൽ ഫോഴ്സാണ് ഉപയോഗിക്കുന്നത്. സോ MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു
ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0.87 FY AST1 ഇൻറ്റു ലിവർ ആം D മൈനസ് 0.42 XU മാക്സ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 FY AST1 ഇൻറ്റു D മൈനസ് 0.42 XU മാക്സ്. ഇതിനകത്തുള്ള ഓരോ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. MU ലിമിറ്റ് നമുക്ക് അറിയാം. MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 98.33 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അതിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക ഇൻറ്റു 10⁻6 ഈസ് ഈക്വൽ ടു 0.87 FY ഈസ് 500. AST1 കണ്ടുപിടിക്കാനുള്ളതാണ്. ഇൻറ്റു D, വാട്ട് ഈസ് ഇഫക്റ്റീവ് ഡെപ്ത്? ഇറ്റ് ഈസ് 400 മൈനസ് 0.42 ഇൻറ്റു XU മാക്സ് ഇറ്റ് ഈസ് 0.46 D, 0.46 ഇൻറ്റു 400. സോ ഇതിനകത്ത് AST1 ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും നമുക്കറിയാം. സോ AST1 ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. AST1 യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഈക്വൽ ടു 700.44 millimeter square. 700.44 millimeter square. സോ സെക്ഷൻ 1 ഇവിടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. സെക്ഷൻ 1ൽ AST1 മാത്രമേ കണ്ടുപിടിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത സെക്ഷൻ 2ലേക്ക് പോവാം. സെക്ഷൻ 2. സെക്ഷൻ 2ൽ റെസിസ്റ്റ് ചെയ്യുന്ന മൊമെൻ്റ് എത്രയാണ്? MU മൈനസ് MU ലിമിറ്റ്. സോ MU മൈനസ് MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു, റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. ഇതിനകത്ത് ആദ്യം ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് AST2 കണ്ടുപിടിക്കാം. അതിനുശേഷം കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ASCയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആദ്യം ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. T ഇൻറ്റു Z ഈസ് ഈക്വൽ ടു, വാട്ട് ഇസ് T? 0.87 FY AST2 ഇൻറ്റു ലിവർ ആം ഈസ് D മൈനസ് D പ്രൈം. ഓക്കെ, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. MU എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം 128.15 ആണ്. 128.15 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. മൈനസ് നമുക്ക് MU ലിമിറ്റ് എത്രയായിരുന്നു? 98.33. ഓക്കെ, സബ്ട്രാക്ട് ചെയ്തു. ഇൻറ്റു 10⁻6 ചെയ്യുക. അതിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ. ഈസ് ഈക്വൽ ടു 0.87 ഇൻറ്റു 500. FI എന്ന് പറഞ്ഞാൽ 500 ഇൻറ്റു AST2 ഇൻറ്റു D. D ഈസ് 400 മൈനസ് D പ്രൈം ഈസ് 50. ഓക്കെ, ഇതിനകത്ത് എല്ലാ ടേംസും AST2 ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും അറിയാവുന്നതുകൊണ്ട് AST2 കണ്ടുപിടിക്കാം. AST2 യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 195.86 millimeter square. 195.86 millimeter square. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. AST1ഉം AST2ഉം ഈ രണ്ട് സെക്ഷൻ കൂടെ ചേർന്നാണ് നമ്മുടെ ഒറിജിനൽ ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം കിട്ടുക. അവിടെ AST കണ്ടുപിടിക്കണമെങ്കിൽ AST1ഉം AST2ഉം അറിയണം. സോ ഇറ്റ് ഈസ് എ സം ഓഫ് AST1 പ്ലസ് AST2 വിച്ച് വിൽ ഗിവ് യു AST. സോ AST, therefore tension steel area of the beam AST is equal to AST1 plus AST2. ഇത് രണ്ടും ആഡ് ചെയ്യുക. 700.44 പ്ലസ് 195.86 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 897 millimeter square എന്ന് കിട്ടും. 897 millimeter square. സോ ഇത്രയും ആണ് ടെൻഷൻ സ്റ്റീൽ ഏരിയ. ഇവിടെയുള്ള ടെൻഷൻ സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് കിട്ടി. ഇനി അടുത്ത് കംപ്രഷൻ സ്റ്റീലിൻ്റെ ഏരിയ വേണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സെക്ഷൻ 2 അനലൈസ് ചെയ്യുമ്പോൾ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് AST2 കിട്ടും. അതുപോലെ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കംപ്രഷൻ സ്റ്റീൽ ഏരിയയും കിട്ടും. ASC കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് ഇനി അടുത്തത് ചെയ്യാം. സോ സെക്ഷൻ 2ൽ തന്നെ MU മൈനസ് MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു compressive force into liver arm. compressive force എത്രയാണ്? FSC ASC minus 0.45 FCK ASC within brackets. ഇതാണ് compressive force into liver arm. liver arm എന്ന് പറഞ്ഞാൽ D minus D prime. ഓക്കെ, ഇതിനകത്ത് നോക്കുക MU മൈനസ് MU ലിമിറ്റ് നമുക്കറിയാം. MU മൈനസ് MU ലിമിറ്റ് അറിയാം.
ഇനി അടുത്ത എഫ് എസ് സി വാല്യൂ അറിയാമോ? എഫ് എസ് സി വാല്യൂ നമുക്കറിയില്ല, അത് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ എസ് സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. എ എസ് സി. എഫ് സിക്ക് അറിയാം, ഡി മൈനസ് ഡി പ്രൈം അറിയാം. സോ ആദ്യം നമ്മുടെ ജോലി എഫ് എസ് സി കണ്ടുപിടിക്കുക. ഓക്കെ, കംപ്രഷൻ സൈഡിലുള്ള സ്റ്റീലിൻ്റെ സ്ട്രെസ്സാണ് എഫ് എസ് സി. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് അത് എങ്ങനെ എഫ് എസ് സി കണ്ടുപിടിക്കണം. എഫ് എസ് സി കണ്ടുപിടിക്കാൻ ടു ഫൈൻഡ് എഫ് എസ് സി നമ്മൾ എന്താണ് ചെയ്തത്? SP16 പേജ് നമ്പർ 13 ടേബിൾ എഫ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഫോളോ ടേബിൾ എഫ് ഓഫ് SP16. ഓക്കെ, അതിൽ നിന്ന് കിട്ടും. സോ അതെങ്ങനെ കിട്ടും? നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ടേബിൾ എഫിൽ ഡി പ്രൈം ബൈ ഡിയുടെ വാല്യൂ അറിയാമെങ്കിൽ അതിൽ നിന്ന് കറസ്പോണ്ടിങ് ഈൽഡ് സ്ട്രെസ് ഇൻ സ്റ്റീൽ അറിയാമെങ്കിൽ, സ്റ്റീലിൻ്റെ ഗ്രേഡ് അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് എസ് സി വാല്യൂസ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാമായിരുന്നു. സോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡി പ്രൈം ബൈ ഡി വാല്യൂ അറിയണം. സോ ഡി പ്രൈം ബൈ ഡി കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ഡി പ്രൈം ബൈ ഡി? ഡി പ്രൈം എന്ന് പറഞ്ഞാൽ 50 ബൈ ഡി എന്ന് പറയുമ്പോൾ 400. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 ബൈ 400 ഈസ് ഈക്വൽ ടു 0.125 എന്ന് കിട്ടും. സോ 0.125 എന്ന് പറയുമ്പോൾ ഈ ടേബിളിൽ 0.1നും 0.15ക്കും ഇടയിലാണ്. 0.1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 500 ഗ്രേഡ് സ്റ്റീലിൻ്റെ എഫ് എസ് സി വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 412 ഫോർ ഡി പ്രൈം ബൈ ഡി ഈസ് ഈക്വൽ ടു 0.1 ആണെങ്കിൽ എഫ് എസ് സി എത്രയാണ്? 412. ഇഫ് ഡി പ്രൈം ബൈ ഡി ഈസ് ഈക്വൽ ടു 0.15 ആണെങ്കിൽ what is FSC? FSC is equal to 395. 395 ആണ്. ഓക്കെ, ഇതെല്ലാം ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. എൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കാം? വി want to find the d prime by d corresponding to 0.125 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് എസ് സി വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കറിയാം 0.1നും 0.15ൻ്റെയും ജസ്റ്റ് ആവറേജ് വാല്യൂ ആണ് 0.125. 0.1 പ്ലസ് 0.15/2 ചെയ്ത് കഴിഞ്ഞാൽ 0.125 കിട്ടും. ജസ്റ്റ് മിഡിൽ വാല്യൂ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂസിൻ്റെയും ആവറേജ് വാല്യൂ വിൽ ഗിവ് ദ കറസ്പോണ്ടിങ് എഫ് എസ് സി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡി പ്രൈം ബൈ ഡി ഈസ് ഈക്വൽ 0.125ൻ്റെ എഫ് എസ് സി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂസിൻ്റെ ആവറേജ് എടുത്താൽ മതി. അല്ലാതെ ഇൻ്റർപൊളേഷൻ വഴി ചെയ്യാം. നേരത്തെ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ ഇൻ്റർപൊളേഷൻ സെയിം മെത്തേഡ് വഴി വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം, സെയിം ആൻസർ തന്നെ കിട്ടും. പക്ഷേ ഇതാണ് കുറച്ചും കൂടി എളുപ്പം, കാരണം ഇത് നേരെ ആവറേജ് ആണ്. d prime by d ഈ 0.125 is the average of these two values. So the corresponding FSC should also be the average of these two values. So FSC നമുക്ക് ആവശ്യമുള്ള FSC for d prime by d is equal to 0.125 നുള്ള FSC value എത്രയാണ്? It is the average of these two values. 412 plus 395 divided by 2 is equal to എത്ര കിട്ടി? 412 plus 395 by 2, 403.5. 403.50 Newton per millimeter square. ഓക്കെ, സോ ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എഫ് എസ് സി വാല്യൂ കിട്ടി. എഫ് എസ് സി വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ എം യു മൈനസ് എം യു ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്കറിയാം 128. സോ ഈ ഇക്വേഷനിൽ നമ്മൾ എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. 128.15 മൈനസ് 98.33 ഇൻറ്റു 10 പവർ 6 ഈസ് ഈക്വൽ ടു എഫ് എസ് സി എ എസ് സി. എഫ് എസ് സി നമുക്ക് കിട്ടി 403.50 എ എസ് സി minus 0.45 FCK. FCK is 20 ASC into D minus D prime. D എന്ന് പറഞ്ഞാൽ 400 minus D prime is 50. ഇത് ചെയ്യുന്ന എ എസ് സി വാല്യൂ. ഇതിൽ അറിയാം ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമിൽ എ എസ് സി കോമൺ ആണ്. ആ കോമൺ ടേം നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എന്നിട്ട് ഇതിനെ കമ്പ്യൂട്ട് ചെയ്യുക. ഇത് എത്ര വരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി യു വിൽ ഗെറ്റ് ദ എ എസ് സി. You will find ASC is equal to 215
215.97 millimeter square. 215.97 millimeter square. Area of compression steelum tension steelum കിട്ടി. compression steel ഫൈനലി നമുക്ക് കിട്ടിയതാണ് 215.97 millimeter square എന്ന് പറഞ്ഞ് കിട്ടി. Let us approximate it as 216 millimeter square. So നമുക്ക് ടെൻഷൻ സ്റ്റീൽ ഏരിയയും കംപ്രഷൻ സ്റ്റീൽ ഏരിയയും കിട്ടിക്കഴിഞ്ഞു. ഇനി കണ്ടുപിടിച്ച സ്റ്റീൽ ഏരിയ ആഡിക്വേറ്റ് ആണോ എന്നുള്ള ചെക്ക് നമുക്കറിയാം. AST മിനിമം AST മാക്സിമം ഒക്കെ നമുക്കറിയാം. അതുപോലെ കംപ്രഷൻ സ്റ്റീലിനും മിനിമവും മാക്സിമവും ഉണ്ട്. സോ അത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് സ്റ്റീൽ ഏരിയ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫൈൻഡിങ് ദ ലിമിറ്റ്സ് ഓഫ് AST ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് AST മിനിമം? AST minimum is equal to 0.85 BD by FI. It is 0.85. B is 230 into D, effective depth is 400 divided by 500. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.85 into BD by FI ചെയ്യുമ്പോൾ 156 millimeter square എന്ന് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ AST മാക്സിമം കണ്ടുപിടിക്കുക. AST maximum is 0.04 B capital D. It is 0.04 into 230 into 450. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? You will get it as 4140 millimeter square എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് കിട്ടിയ AST എത്രയാണ്? നമുക്ക് കിട്ടിയ AST is 897. AST obtained is 897 millimeter square. അപ്പോൾ ഈ വാല്യൂ ഇവിടെ ചെക്ക് ചെയ്യുക. AST മിനിമത്തെക്കാളും കൂടുതലുമാണ്, AST മാക്സിമത്തെക്കാളും കുറവാണ്. സോ ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് സേഫ്, സോ ദിസ് ഈസ് ഓക്കെ. ഓക്കെ, ഇതാണ് AST ടെൻഷൻ സൈഡിൽ കൊടുക്കേണ്ട റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്റ്റീൽ ഏരിയ. ഇനി അടുത്ത ലിമിറ്റ്സ് ഓഫ് ASC, ലിമിറ്റ്സ് ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. വാട്ട് ഈസ് AST മിനിമം? ASC മിനിമം മിനിമം കംപ്രഷൻ സ്റ്റീൽ നമുക്കറിയാം. സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിലാണെങ്കിൽ കംപ്രഷൻ സ്റ്റീലേ ഇല്ല. ഓക്കെ, സോ മിനിമം ഇസ് 0. 0യേക്കാളും കൂടുതലായിരിക്കണം ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം വരും. ഇനി അടുത്ത ASC മാക്സിമം. ASC മാക്സിമം ഈസ് ദ സെയിം ആസ് AST മാക്സിമം. ഇറ്റ് ഈസ് ദ സെയിം ആസ് AST മാക്സിമം എന്ന് പറഞ്ഞാൽ 0.04 B ക്യാപിറ്റൽ D ആണ് ASC മാക്സിമം, വിച്ച് ഈസ് ഈക്വൽ ടു 4140. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, ഫൈൻ. പക്ഷെ നമ്മുടെ ASC ഒബ്റ്റെയിൻഡ് എത്രയാണ്? ഇറ്റ് ഈസ് 216 millimeter square. സോ ഇവിടെ നോക്കുക, 0യേക്കാളും വലിയ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്, അതുപോലെ തന്നെ 4140യേക്കാളും കുറവുമാണ്. സോ ദിസ് ഈസ് ഓക്കെ. അപ്പോൾ സ്റ്റീലിൻ്റെ ഏരിയ ഫൈനലൈസ് ചെയ്തു. AST ഈസ് ഈക്വൽ ടു 897 millimeter square ആൻഡ് ASC ഈസ് ഈക്വൽ ടു 216 millimeter square. സോ സ്റ്റീലിൻ്റെ ഏരിയ എല്ലാം ആയി. ഇനി ഇത് ഉപയോഗിച്ചു ടെൻഷൻ സൈഡിലും കംപ്രഷൻ സൈഡിലും എത്ര ബാർസ് വേണമെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ യൂസിങ് 16 mm diameter bars for tension reinforcements, എത്ര ബാർസ് വേണം? നമ്പർ ഓഫ് ബാർസ് ഈസ് ഈക്വൽ ടു AST എത്രയാണ്? 897 ഡിവൈഡഡ് ബൈ ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ π/4 ഇൻറ്റു 16 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 4 point something കിട്ടും. യു റിക്വയർ 5 bars ഓഫ് 16 mm diameter കിട്ടും. സോ പ്രൊവൈഡ് 5 bars of 16 mm diameter on tension side. Okay, ഇനി സിമിലർലി നമുക്ക് 16 mm ബാർസ് തന്നെ കംപ്രഷൻ സൈഡിൽ യൂസ് ചെയ്യാം. യൂസിങ് 16 mm ബാർസ്
on compression side. അവിടെയും നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ബാർസ് ഈക്വൽ ടു ASC എത്രയാണ്? 216 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു ഒരു ബാറിൻ്റെ ഡയമീറ്റർ 16 സ്ക്വയർ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ് 1 point something എന്ന് കിട്ടും. യു പ്രൊവൈഡ് 2 bars. സോ പ്രൊവൈഡ് 2 bars of 16 mm diameter on compression side. ഓക്കെ, ഇപ്പോൾ ബാർ ഡയമീറ്റർ എല്ലാം കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമുണ്ട്, പക്ഷേ ഇപ്പോഴാണ് അതിന് കറക്റ്റ് സമയം. എന്താണ്? ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിച്ചിട്ടില്ല. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫോർ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫോർ എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്തായിരുന്നു? അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. XU is equal to, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. വാട്ട് ഈസ് XU? XU is equal to 0.87 FY AST minus FSC ASC plus 0.45 FCK ASC divided by 0.36 FCK B. അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു 0.87 FY. FYയുടെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 500. FY ഈസ് 500 ഇൻറ്റു AST. എത്ര ടെൻഷൻ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്? നമുക്ക് പഴയ AST അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ AST കൃത്യമായിട്ട് ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എത്ര ബാർസ്, എത്ര mm ഡയമീറ്റർ, അതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. Okay, so AST is 5 bars of 16 mm diameter. So 5 into π/4 16 square ആണ് AST. Okay, minus FSC ASC. FSC values നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. FSC is 403.5. 403.50 into ASC. ASC എത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? 2 bars of 16 mm diameter ആണ്. സോ 2 π/4 16 സ്ക്വയർ. ഓക്കെ, സോ അങ്ങനെ 2 ടേമായി. ഫസ്റ്റ് 2 ടേംസായി. ഇനി മൂന്നാമത്തെ ടേം പ്ലസ് 0.45 FCK ഇൻറ്റു ASC 2 π/4 16 സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.36 FCK is 20 ഇൻറ്റു B. വിഡ്ത്ത് എന്ന് പറയുന്ന ബീമിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 230 millimeter. 230 millimeter. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക. ഓക്കെ, കൃത്യമായിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്കിത് ഫസ്റ്റ് ഓരോ ടേംസും പ്രത്യേകം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 0.87 ഇൻറ്റു 500 ഇൻറ്റു 0.87 into 500 into 5 π/4 into 16 square minus second term എന്ന് പറയുന്നത് 403.5 into 2 π/4 into 16 square plus അടുത്ത third term 0.45 into 20 into 2 π/4 into 16 square. ഇപ്പോൾ തേർഡ് ടേമായി. അപ്പോൾ ഓരോ ടേംസ് നമ്മൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യും. ബ്രാക്കറ്റ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടും. ഈസ് ഈക്വൽ ടു, അപ്പോൾ ന്യൂമറേറ്റർ കിട്ടും. ന്യൂമറേറ്റർ വാല്യൂ കിട്ടി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ കൊടുക്കുക 0.36 ഇൻറ്റു 20 ഇൻറ്റു 230. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 168.20 millimeter. Okay, so ഇതാണ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഓഫ് ദിസ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. നമുക്ക് XU മാക്സും കൂടെ കണ്ടുപിടിക്കാം. XU മാക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഗ്രേഡ് FE 500 ഗ്രേഡ് സ്റ്റീൽ ആയതുകൊണ്ട് 0.46 D പ്രൊവൈഡ് ചെയ്യുക. 0.46 ഇൻറ്റു 400 പ്രൊവൈഡ് ചെയ്യുക. ചെയ്യുമ്പോൾ നമുക്ക് 184 millimeter എന്ന് കിട്ടും. സോ സിൻസ് XU is less than XU max,
this section is a under reinforced section. So the design is safe, therefore safe. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഡിസൈൻ ചെയ്യേണ്ടത്.